പറഞ്ഞ പോലെ എല്ലാം ഒത്തുവരണമല്ലോ. അപ്പോൾ ഓരോന്നിനും ഓരോ സമയമുണ്ടെന്ന് ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ടില്ലേ. എൻ്റെ അടുത്തിരുന്ന ഒരു ചേട്ടനൊക്കെ എഴുന്നേറ്റ് എന്തൊക്കെയാ കാണിക്കുന്നുണ്ട്. അടിപൊളിയായിരുന്നു. കുറേ കാലം മുന്നേ ഉള്ള സിനിമകളായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, തന്മാത്രയും പിന്നെ ഭ്രമരമൊക്കെ ആ ലെവലിലുള്ള ഈ സിനിമ. പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെടും. സിനിമ ഒരു ഫാമിലി മൂവിയാണ്, നല്ല രസമായിരുന്നു. ഒരുപാട് സിനിമയുടെ കുറേ സീൻസൊക്കെ ആയിട്ട് ശോഭനയുടെ അത് പണ്ടത്തെ ആ ഒരു നമുക്കൊരു തരുൺ മൂർത്തി സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകൻ തുടരും റിലീസായി രണ്ടാം ദിവസം. ആദ്യ ദിവസം എനിക്ക് മികച്ച റിപ്പോർട്ടായിരുന്നു. അപ്പോൾ രണ്ടാം ദിവസം ഈ ഒരു അഭിപ്രായങ്ങൾ അറിഞ്ഞും അറിയാതെയും ധാരാളം പ്രേക്ഷകർ അവിടെ ചോദിച്ചേക്കാം സിനിമ എങ്ങനെയുണ്ടെന്നുള്ളത്. സിനിമയായിരുന്നു. ലാലേട്ടൻ്റെ പെർഫോമൻസ് ആണ് എടുത്തു പറയേണ്ടത്. അപ്പോൾ നിങ്ങൾ ലാലേട്ടൻ ഫാൻ ആണെങ്കിൽ കൈയടിക്കാനുള്ള ഒരുപാട് മൊമെന്റ്സ് സിനിമയിലുണ്ട്. സെൽഫ് റോൾ തന്നെ ഒരുപാട് സ്വയം ഉണ്ടായിരുന്നല്ലോ ലാലേട്ടൻ തന്നെ. നമ്മളെ ശോഭന അതൊക്കെ നല്ല രസമായിരുന്നു. അതൊക്കെ കുറച്ച് നേരമേ ഉള്ളൂ. പിന്നെ സിനിമ വേറെ രീതിയിലോട്ടാണ് പോകുന്നത്. എന്താണ് റീസൺ നമ്മളെ ലാസ്റ്റ് ക്ലൈമാക്സ് വരെ കൊണ്ടെത്തിക്കുക. അപ്പം ഫുൾ എൻഗേജിങ് ആയിരുന്നു. ഒരു ലാഗും ഇല്ല, ഒന്നുമില്ല. അതിൽ കൈയടിക്കാൻ ഇഷ്ടം പോലെ മൊമെന്റ്സ് ഉണ്ട്. എൻ്റെ അടുത്തിരുന്ന ഒരു ചേട്ടനൊക്കെ എഴുന്നേറ്റ് എന്തൊക്കെയാ കാണിക്കുന്നുണ്ട്. അടിപൊളിയായിരുന്നു. നല്ല സിനിമയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും സിനിമ. കാരണം ഞാൻ ഇപ്പോൾ ഈയിടയ്ക്ക് കണ്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ, കുറേ സിനിമ വിജയിച്ചെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മോഹൻലാൽ സിനിമ ഇത് തന്നെയാണ്. കുറേ ഈ ഇടയ്ക്ക് കണ്ടതിൽ വെച്ച് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട മോഹൻലാൽ സിനിമയാണ്. കാരണം ഒന്നാമത്തെ കാര്യം, നമ്മൾ കുറേ ദിവസമായി മോഹൻലാലിൻ്റെ എനിക്ക് തോന്നുന്നു നേരം കൊള്ളായിരുന്നു. ഇതിന് മുന്നേ ഈ ഒരു പെർഫോമൻസ്, മോഹൻലാലിൻ്റെ പെർഫോമൻസ് നമുക്ക് പറയാൻ പറ്റുന്നതായിരുന്നു. പിന്നെ കുറേ കാലം മുന്നേ ഉള്ള സിനിമകളായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, തന്മാത്രയും പിന്നെ ഭ്രമരമൊക്കെ ആ ലെവലിലുള്ള ഈ സിനിമ. പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെടും. സിനിമ ഒരു ഫാമിലി മൂവിയാണ്, നല്ല രസമായിരുന്നു. ഒരുപാട് സിനിമയുടെ കുറേ സീൻസൊക്കെ ആയിട്ട് തിയേറ്ററിൽ വലിയൊരു ആവേശം തന്ന ഒരു സിനിമയായിരുന്നു. ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. അങ്ങനെ കുറച്ച് കോമഡി തുടക്കത്തിലുണ്ടായിരുന്നു. പിന്നീട് സീരിയസ് ആയിട്ട് വന്നെങ്കിലും അടിപൊളി സിനിമയായിരുന്നു. കണ്ടുപിടിക്കാൻ ഫാമിലി മൂവിയാണ്. സൂപ്പർ ഹിറ്റ് ആവും. അതിൽ ഫസ്റ്റ് ഒരു പഴയ കാലത്തെ ഒരു നെസ്റ്റാൾജിയ ഫീലൊക്കെ കൊണ്ടുവരുന്ന രീതിയിൽ ഒരു ഫാമിലി ആയിട്ടൊക്കെ നന്നായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അടിപൊളിയാണ്. എല്ലാവരും പോയി തിയേറ്ററിൽ പോയി കാണണം. അടിപൊളിയായിരുന്നു. എന്നാൽ ഒരിക്കലും നമ്മൾ മറക്കൂല. അയാൾ അത്ര ഒരിക്കലും പറയൂല, അത്രയും അടിപൊളിയായിരുന്നു. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്നും ഓർത്തിരിക്കുന്ന ഒരു മുഖമായിട്ട് അത് മാറും എന്നുള്ളത് ഉറപ്പാണ്. വില്ലൻ അത് പുതിയൊരാളാണ്. അയാൾ സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇതിൽ വില്ലനായിട്ട് അഭിനയിച്ചിരിക്കുന്ന ആൾ കിടിലമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അയാളുടെ പേരൊന്നും എനിക്ക് അറിയത്തില്ല. എനിക്ക് പുതിയ ആളാണ്. അയാൾ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മുണ്ടുമടക്കിയ ലാലേട്ടനാണ്. ഇപ്പോൾ ഈ സിനിമ ഇപ്പം എനിക്ക് തോന്നുന്നത് ഇവിടെ കേരളത്തിൽ നല്ല ഹിറ്റാവും. എനിക്ക് തോന്നുന്നു ദൃശ്യം പോലെയൊക്കെ എല്ലാ ഭാഷയിലും ഈ സിനിമ റീമേക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നല്ല പടം. മോഹൻലാലിൻ്റെ ലാലേട്ടൻ നല്ല അഭിനയമാണ്. സൂപ്പർ പടം തന്നെയാണ്, ഒരു വിഷയമില്ല. സൂപ്പറായിരുന്നു പടം. സെക്കൻഡ് ഹാഫ് സൂപ്പറായിരുന്നു. ലാലേട്ടൻ സൂപ്പർ ശോഭനയുടെ അത് പണ്ടത്തെ ആ ഒരു നമുക്കൊരു ഇത് ആ ഒരു ഏലൊക്കെ എടുത്തതൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. എന്തോ നല്ല ഭയങ്കര ഒരു ഗ്രേറ്റ് എക്സ്പീരിയൻസ്. രജപുത്ര വിഷ്വൽ മീഡിയ 35 വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ്. അതെ, അതിന് ഈ 35ാമത്തെ വർഷം ഇങ്ങനെ ഒരു സിനിമ വന്നത് ഞങ്ങൾക്കും ഭയങ്കര അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണല്ലോ. ഞങ്ങൾ ഭയങ്കര പ്രൗഡാണ്. ഞങ്ങളുടെ 35th ഇയറിൽ ഇങ്ങനെ ഒരു മൂവിയാണ് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയതുള്ളത്. സിനിമ കണ്ടിറങ്ങിയ പ്രേക്ഷകർ എല്ലാവരും പറഞ്ഞു ഇതുപോലൊരു ലാലേട്ടനെ കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ കൊതിച്ചിരുന്നതെന്ന് പറഞ്ഞു. അതെ നമ്മൾ എല്ലാവരും. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാം ഒത്തുവരണമല്ലോ. അപ്പോൾ ഓരോന്നിനും ഓരോ സമയമുണ്ടെന്ന് ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ടില്ലേ. ഓക്കെ, താങ്ക് യു. നല്ല സന്തോഷമാണ്. മോഹൻലാൽ ഇനി തുടരുമോ? നല്ലായിരുന്നു സിനിമ. മോഹൻലാൽ തുടരും. കുറേ വർഷങ്ങൾക്ക് ശേഷമുള്ള വീണ്ടും ഒരു കംബാക്ക് അല്ലേ, ഒരുമിച്ചുള്ള. അതെ. അതൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട്. നല്ല ഒരു ഫൈറ്റൊക്കെ എങ്ങനെയുണ്ട്? പോലീസ് സ്റ്റേഷൻ ഫൈറ്റൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളി സിനിമ, ഒന്നും പറയാനില്ല. ഓരോ സീനും നമുക്ക് ഇമോഷണൽ സീനാണെങ്കിലും എല്ലാം അടിപൊളിയായിരുന്നു. ലാലേട്ടൻ്റെ ഒരു തിരിച്ചു വരവായിട്ട് സിനിമ കാണാൻ വരുമ്പോൾ നമ്മൾ പ്രേക്ഷകർക്ക് ഭയങ്കര ഒരു ആർത്തുല്ലസിക്കാനും വിളിച്ചൊരു ഭയങ്കര ഒരു ഇതൊക്കെ കാണുമല്ലോ. ഈ സിനിമയിൽ അതുണ്ടായിരുന്നു. അങ്ങനെ ഭയങ്കര ഇമോഷണലി നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരു ഫീലായിരുന്നു. ഭയങ്കര നല്ല രസമായിരുന്നു. ഒന്നും പറയില്ല. അതൊക്കെ അടിപൊളി. ഓരോരുത്തരുടെയും കാസ്റ്റിംഗ് സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. മോഹൻലാൽ ഇനി തുടരും. എങ്ങനെയുണ്ട്? ശോഭന മാമായിട്ടുള്ള ഒരുപാട് വർഷങ്ങൾക്ക് കെമിസ്ട്രി ഉണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഇഷ്ടേ. പോലീസിലിട്ട് ഒന്ന് കൊടുക്കാൻ തോന്നിട്ട് എന്താ പറയണ്ടേ?
നല്ലൊരു പടമാണ്. ലൈക്ക് കുറെ വർഷങ്ങൾക്ക് ശേഷം മോഹൻലാലിന്റെ ഒരു അഭിനയം നമ്മൾക്ക് ഇങ്ങനെ അഭിനയിക്കും നമുക്ക് അറിയില്ലായിരുന്നു. ഇങ്ങനത്തെ റോള് അതാണ് ഇഷ്ടപ്പെടുന്നത് സാധാരണക്കാരനായിട്ടുള്ളല്ലേ ഫാമിലി മാൻ. ഫാമിലി മാൻ ഹാപ്പിയാണോ? ഹാപ്പിയാണ്.